നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നേ, ഒരു 10-35 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഉറക്കമില്ലാണ്ടാവില്ലേ? ഉറക്കമില്ല, എന്തൊക്കെയോ ഒരു ക്ഷീണം, എന്നാന്ന് അറിയത്തുമില്ല ഒക്കെ. നമുക്ക് മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താണോ രാത്രിയിലെ ഉറക്കമൊക്കെ അങ്ങ് കുറയുന്ന ഒരവസ്ഥയിലേക്ക് വരും. മിക്കവർക്കും തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രായമായവർക്കുണ്ട് കേട്ടോ ഇത്. അത് എന്താണെന്ന് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് നമ്മളങ്ങനെ ഇതൊരു ഒരു ചെറിയ ഒരു എന്നെന്താ പറയണ ഒരു മാനസികമായിട്ടുള്ളൊരു ചിന്താഗതി അതെന്നാണ് പറയുന്നത്. അത് പക്ഷെ നമുക്ക് അന്നറിയത്തില്ലായിരുന്നു. ഇന്നിപ്പോൾ അത് എന്നാ പറയുന്നത്, നമ്മുടെ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളും എല്ലാം കൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നതെന്നൊക്കെ ഇന്നൊക്കെ പറയും. ഇതിനൊക്കെ ഓരോ പേരുകളും ഒക്കെ ഉണ്ട് കേട്ടോ. സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന പേരുകളാണ്. പക്ഷേ എനിക്കറിയത്തില്ല അങ്ങനെ പേരൊന്നും. എങ്കിലും നമുക്കിങ്ങനെ ഉറക്കം കുറവ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു മടി, ഭയങ്കര വണ്ണം, അങ്ങനെയൊക്കെ വെച്ചിരിക്കുമ്പോൾ നമ്മളോർക്കും ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊണ്ടാണ്. അതൊന്നുമല്ല. ചിലർക്ക് ഫുഡൊന്നും ഒത്തിരി ഒന്നും കഴിച്ചില്ലേ പോലും ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുക, ഇങ്ങനെ ഭയങ്കര ക്ഷീണം ഒക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകും. മിക്കവർക്കും തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. വണ്ണം ഒത്തിരി വെച്ചില്ലെങ്കിലും എനിക്കിങ്ങനെ ഉറക്കക്കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ക്ഷീണം, പിന്നെ ഈ കണ്ണിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കറുത്തിങ്ങനെ ഇരിക്കും. മൊത്തം ഒരു ഡള്ള, അങ്ങനെ പറഞ്ഞാൽ മതി. മൊത്തം ഒരു പ്രശ്നങ്ങളായിരിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ യോഗയും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ ശ്രീ രവിശങ്കറിൻ്റെ ആദ്യം ചെയ്തു യോഗ കുറച്ച് നാൾ. അത് കഴിയുമ്പോൾ ബ്രഹ്മകുമാരീസിൻ്റെ ഒക്കെ ആയി, അങ്ങനെയൊക്കെ ആയി. ഓരോന്നൊക്കെ രാജയോഗ മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ, എനിക്ക് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ഷീണങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം കേട്ടോ. അതായത് രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കുകയോ, അല്ലെങ്കിൽ ഈ യോഗ ചെയ്യുക, വേറെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പം ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. നമുക്ക് ഉറക്കമുണ്ടാവും. ഒരു അരമണിക്കൂർ മതി, ഒത്തിരി ഒന്നും വേണ്ട. സമയമില്ലാത്ത ഒരു അരമണിക്കൂറൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൂടുതൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. അത് നല്ല കാര്യമാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. നമ്മുടെ സ്കിന്നൊക്കെ നമ്മളിങ്ങനെ ഈ നെറ്റിയുടെ ഇവിടെ സ്കിന്നിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുളിവ് വരുവാണെങ്കിൽ, എന്നോടൊരു ഡോക്ടർ പറഞ്ഞു തന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു വര പോലെ വരുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് അറിയാമല്ലോ, ഡ്രൈ ആയി പോകുന്ന പോലെ ആദ്യം നമുക്കറിയുന്നത് ചൊടിക്കൊക്കെ ഭയങ്കര ഉണക്ക് പോലെ വരുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് ഉണ്ടാകുന്നതെന്നാട്ടോ ആ ഡോക്ടറിനോട് പറഞ്ഞു. അത് ഞാൻ നിങ്ങളോടും പറഞ്ഞു തരിക. അപ്പം നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ കുറവുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അത് നമ്മുടെ ഈ കിഡ്നിക്കൊക്കെ കംപ്ലൈൻറ്റ് ഉള്ളവരൊന്നും ഒത്തിരി വെള്ളം കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. എങ്കിലും പതുക്കെ പല സമയങ്ങളായിട്ട് നമ്മൾ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യണം. അല്ലാത്ത വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ 20 കിലോ വെയിറ്റ് ഉള്ളവർക്ക് 1 ലിറ്റർ വെള്ളം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ 60 കിലോയാണെങ്കിൽ 3 ലിറ്റർ വെള്ളം. എത്ര വെയിറ്റ് ഉണ്ടോ നമുക്ക് അതനുസരിച്ചുള്ള വാട്ടർ നമ്മുടെ ശരീരത്തിൽ വേണം എന്നാണ് പറയുന്നത്. അപ്പം 20 കിലോ വെയിറ്റുള്ള ആൾക്ക് 1 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം. ഈ വേനൽക്ക് പ്രത്യേകിച്ച് ഇപ്പം 4 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുമെന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. അല്ലെങ്കിൽ കണ്ടാസുഖങ്ങളും മൂത്രത്തിൽ ഇൻഫെക്ഷനും അതും ഇതുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ധാരാളം വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കണം. അപ്പം ഈ ഉറക്കത്തിന് ഈ വെള്ളത്തിന് സ്വാധീനമുണ്ട്. അപ്പോൾ വെള്ളവും കുടിക്കുക, എക്സസൈസ് ചെയ്യുക. പിന്നെ നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പുമായിട്ട് കൂട്ടുകൂടിയിരിക്കാൻ ശ്രമിക്കുക. ഈ സമയത്തൊക്കെ നമുക്ക് എപ്പോഴും ഒരു നല്ല എന്നും കൂട്ടുകൂടുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. എന്നും കൂട്ടുകൂടിയിരിക്കുമ്പോൾ നെഗറ്റീവ് പറയുന്നവരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നവരുടെ ആയിരിക്കില്ല. ചുമ്മാ അന്നത്തെ കാര്യങ്ങളൊക്കെ ചുമ്മാ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കുറേ നേരം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരിക്കുന്നത് നല്ലതാണ്. നമ്മൾ പറയും വല്ലപ്പോഴും എന്നും ഉള്ള കൂട്ടൊന്നും ശരിയല്ല എന്നിങ്ങനെ പറയുമെങ്കിലും വല്ലപ്പോഴും ഉള്ള കൂട്ടുകളോട് നമുക്ക് ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നില്ല, ഇല്ലേ? വല്ലപ്പോഴും കാണുമ്പോൾ നമ്മളൊരു മറ വെച്ചേ സംസാരിക്കുകയുള്ളൂ. എന്നാണ്ട് സുഖമായിട്ടിരിക്കുന്നു, മക്കളിങ്ങനെ എടുക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. ആ സമയത്ത് സ്ഥിരം കാണുന്നവരോട് നമുക്ക് അന്നന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മളെല്ലാം അവരോട് ചർച്ച ചെയ്യുക, അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്കൊരു സന്തോഷമായിരിക്കും, ഇല്ലേ? എന്ത് കാര്യങ്ങളും നമ്മൾ തുറന്ന് അവരോട് സംസാരിക്കും. നമ്മളോടും ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊരു കാര്യം എന്താ സംസാരിക്കേണ്ടതെന്നൊരു ഇത് കിട്ടും നമുക്ക്. അല്ലാതെ കുറച്ചൊക്കെ മറച്ചു വയ്ക്കും, കുറച്ചൊക്കെ ഒളിച്ചു വയ്ക്കും, കുറച്ചൊക്കെ വല്ലപ്പോഴും കാണുന്നവരോടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും. പല കാര്യങ്ങളും നമ്മൾ പറയുകയില്ല.
അപ്പം എന്നും കാണുന്നവരോട് നമുക്ക് സംസാരിക്കുന്നത് നല്ലതാണ്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വായിക്കുക. ഇങ്ങനെയൊക്കെ ഉറക്കം കുറഞ്ഞുള്ളവർക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണെന്ന് പറയണം. വായന, പാട്ട് കേൾക്കുക, അതേപോലെ നല്ല പ്രഭാഷണങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ കേൾക്കുക. അങ്ങനെയൊക്കെ ദൈവികമായിട്ടുള്ള ഇഷ്ടമുള്ളവർക്കൊക്കെ അതൊക്കെ നല്ലതാട്ടോ. അല്ലാതെയുള്ള പ്രഭാഷണങ്ങളുണ്ട്, നമുക്ക് നല്ല അറിവ് തരുന്ന നല്ല വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ നമുക്ക് ഒത്തിരി കാര്യത്തെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പം അത് അങ്ങനെയുള്ളതിനൊക്കെ അതൊക്കെ കേൾക്കുക. പിന്നെ ഉള്ളത് നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ കിടക്കണതിന് മുമ്പൊന്ന് മേലൊക്കെ കഴുകുക, അത് നല്ലതാണ്. പിന്നെ നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പാല്, ചെറു ചൂട് പാല്, പറ്റുന്നവർക്കാണെങ്കിൽ അര ഗ്ലാസ് പാലൊക്കെ ഇഷ്ടമുള്ള പാല് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല, എങ്കിലും ഇഷ്ടമുള്ളവരാണ് അര ഗ്ലാസ് പാലൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അതൊക്കെ കുടിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒക്കെ ഒരു ഇതുണ്ടാകും. പിന്നെ ബദാം, നട്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എന്തെങ്കിലും ചക്കപ്പഴമോ മാങ്ങാപ്പഴമോ കപ്പളങ്ങാപ്പഴമോ നമുക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതൊക്കെ നമുക്ക് ചുറ്റുവട്ടത്തും ഉണ്ടല്ലോ, അതൊക്കെ നല്ലതായിട്ട് കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാവും. വെള്ളം പ്രധാനപ്പെട്ടൊരു സാധനം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയും. പിന്നെ നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്നതൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു നേരത്തെ കഞ്ഞിയൊക്കെ, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടമല്ല. എന്നാലും കഞ്ഞിയൊക്കെ അതിനകത്ത് ഇച്ചിരി ഉലുവയും ചെറുപയറും പരിപ്പും ഇങ്ങനത്തെ കഞ്ഞിയൊന്നും ഉണ്ടാക്കി വയ്ക്കുക, നല്ല ടേസ്റ്റാട്ടോ. 2 വത്തലുമുളകും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് 5-6 വിസിലടിപ്പിക്കണം കുക്കറിലിട്ടിട്ട്. എന്നിട്ട് അങ്ങനെയുള്ള കഞ്ഞി നമ്മൾ കോരി കുടിക്കുമ്പം നല്ല ടേസ്റ്റാണ് താനും. അതിനകത്തേക്ക് ആ കഞ്ഞി വാങ്ങി പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുരിങ്ങയില ഇട്ട് വെച്ചിട്ട് അടച്ചു വയ്ക്കുക, നന്നായിട്ട് അരിഞ്ഞിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പം ആ കഞ്ഞി തുറന്നിട്ട് നമ്മൾ കുടിക്കുമ്പം മുരിങ്ങയിലയുടെ ഇതും കൂടെ നമ്മുടെ ഉള്ളിലിടും എത്തുകയും ചെയ്യും. നമുക്കൊരു നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ, അത് ഉറപ്പായ കാര്യം. അങ്ങനെയുള്ള കഞ്ഞികളൊക്കെ പ്രായമായവർക്കാണെങ്കിലും കുടിക്കാമല്ലോ. അങ്ങനെയുള്ള ഒത്തിരി അരിയൊന്നും വേണ്ട, ഒരു ശകലം, ഒരു പിടി അരി ഇട്ടാൽ മതി. പിന്നെ പരിപ്പ്, ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലിടേണ്ടത് കേട്ടോ. ഉലുവ, വെളുത്തുള്ളി, ഒരു ശകലം വെളുത്തുള്ളി, ഒരു ശകലം ചുവന്നുള്ളി, പിന്നെ 2 വത്തലുമുളക്, പിന്നെ ഞാൻ പറഞ്ഞില്ല മുരിങ്ങയില, ഇതൊക്കെ കൂടിയിട്ടുള്ള കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ഇതിങ്ങനെയൊക്കെയുള്ള ഓരോന്ന് ശീലിക്കുമ്പോഴേ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും, നമുക്കൊരു സന്തോഷം ഉണ്ടാകും. പിന്നെ നമ്മളെപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ സമയം വേസ്റ്റാക്കി കളയാണ്ടിരിക്കാൻ ശ്രമിക്കുക. പകൽ ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, ഉറക്കമില്ലാത്തവരാട്ടോ, രാത്രിയിൽ ഉറക്കമില്ലാത്തവർ പകൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഉറക്കം ഇല്ലാണ്ടാവും. അപ്പോൾ പകൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് വരുമാന മാർഗം ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്തെങ്കിലും പകൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിലൂടെ ഒരു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തുക. പിന്നെ എപ്പോഴും നമ്മൾ ഈ മക്കളുടെയും ഭർത്താവിൻ്റെയും മാത്രം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവരെ ഉള്ളൂ എന്ന്, അവരെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെടുക്കരുത്. നമുക്കും വേണ്ടിയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെ കാര്യം ആര് പിന്നെ നോക്കും, ഇല്ലേ? നമുക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പൊട്ട് തൊടുന്നതിലാണെങ്കിലോ, ഒന്ന് മേക്കപ്പ് ചെയ്യുന്നതിലാണ്, നല്ല വസ്ത്രം ധരിക്കുന്നതിലാണെങ്കിലോ, ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചാൽ അതിൽ കൊച്ചു സന്തോഷം കണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഏതാണെന്ന് വെച്ചാൽ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒരു സിനിമയ്ക്ക് പോകണോ, ഇടയ്ക്കിടയ്ക്ക് ഒരു പുറത്ത് പോകുന്നതാണോ, അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കാലമേ ഭൂമിയിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. ടെൻഷനൊക്കെ നമ്മളായിട്ട് വരുത്താമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പം അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കേട്ടോ. എന്ത് കാര്യമാണ്, പണത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ, അവർക്കും അങ്ങനെ ഉറക്കക്കുറവുള്ളവരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പല സ്ത്രീകളും ഈ സാമ്പത്തിക ബാധ്യത വീട്ടിലുണ്ടാകുമ്പോൾ ഉറക്കക്കുറവുണ്ടാകുന്നു കേട്ടിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് ഉറക്കക്കുറവൊന്നുണ്ടാകുന്ന പെൺപിള്ളേർ പ്രായമായി, ഇതൊക്കെ സമയത്ത് നടന്നുകൊള്ളും. അത് നമ്മൾ ചിന്തിക്കണം. പ്രായമായി വന്ന് മക്കളെ കെട്ടിക്കണം എന്ന് പറഞ്ഞ് ടെൻഷൻ ആയതൊന്നും ആലോചിക്കേണ്ട. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പഠിപ്പിക്കുക. പിന്നെ വീട് എന്ന് പറയുന്ന സാധനം നമുക്ക് കുറേശ്ശെ പൈസ കൂട്ടി വെച്ചിട്ട് ഒരു സമയത്ത് വീടുണ്ടാക്കാൻ ശ്രമിക്കുക. അതൊക്കെ ഏതെങ്കിലും നല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടിടുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതൊക്കെ നല്ല പൈസ കിട്ടുമ്പോൾ നമുക്ക് എടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് വീട് പണിയൊക്കെ തുടങ്ങാൻ പറ്റും. പിന്നെ കടബാധ്യതയാണെങ്കിൽ ആദ്യം കൊച്ചു കടങ്ങളൊക്കെ വീട്ടാൻ എല്ലാവരും കൂടി വീട്ടിലെ പ്രായപൂർത്തിയായ എല്ലാവരും കൂടെ ശ്രമിക്കുക. എന്നിട്ട് ഓരോന്ന് ഒരു ചിട്ടി കൂടി ആ ചിട്ടിയുടെ പൈസ പിടിച്ച് ഇതിലേക്ക് ഇടുക, ഈ കടത്തിലേക്ക് കൊടുക്കുക. എന്നിട്ട് ചിട്ടി പതുക്കെ അടച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചിട്ടി ഒരു 60 മാസം കൊണ്ടൊക്കെ അടച്ചു തീർത്താൽ മതിയുള്ള ചിട്ടിയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ
അപ്പോഴത്തേനും നമ്മുടെ 60 മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ കടം കൊച്ചു കൊച്ചു കടങ്ങളൊക്കെ തീർന്നു പോകും. പിന്നെ നമ്മൾ ചുറ്റുവട്ടത്തു നിന്ന് മേടിച്ച കടങ്ങളൊക്കെ ആദ്യം കൊടുത്തു തീർക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ കുറേശ്ശെ നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ പറയുക, നമ്മൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയുക, ഞങ്ങൾ തന്നേക്കാം, ഇന്ന സമയത്തിനുള്ളിൽ തന്നേക്കാം. പലിശയ്ക്ക് മേടിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ആ പൈസകൾ കൊടുത്ത് തീർക്കുക. അല്ലെങ്കിൽ നമുക്ക് തന്നവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ലേ, അതൊരിക്കലും കർമ്മദോഷത്തിൽ വരും. അതുകൊണ്ട് നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുക. കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടുന്നത് നമുക്ക് ദോഷമാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. പതുക്കെ എന്ത് കാര്യമാണെങ്കിലും പതുക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് വീട്ടിലെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ശാന്തമാക്കിയിരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. പോസിറ്റീവ് ചിന്തകൾ, നെഗറ്റീവ്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ഇട്ടുകൊണ്ടിരിക്കാണ്ടിരിക്കുക. അതെനിക്കിങ്ങനെ വരും, എനിക്ക് മാത്രമേ കഷ്ടകാലമുള്ളൂ, ഞാൻ അങ്ങനെ ഇങ്ങനെ അതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിന് പകരം പോസിറ്റീവായിട്ട് എനിക്ക് നല്ല കാലമുണ്ട്, എൻ്റെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തും, ഞാൻ നല്ല നിലയിലെത്തും, എനിക്ക് അടുത്ത വർഷമാകുമ്പോഴത്തേന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കണം, എൻ്റെ ഹസ്ബൻഡിന് ഇന്നത് പറ്റും, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം. എനിക്ക് നല്ല അസുഖങ്ങൾ എന്ന് പറയരുത്, ആരോഗ്യം, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എല്ലാം പോസിറ്റീവായിട്ടേ പറയാവുള്ളൂ. നല്ല ആരോഗ്യമുണ്ട്, ഞാൻ സമ്പന്നയാണ്, എനിക്ക് പണമുണ്ട്, ഇങ്ങനെ മാത്രമേ, എനിക്ക് പണമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരും. കുറച്ച് ദിവസം കൊണ്ടേ സാധിക്കുകയുള്ളൂ കേട്ടോ. എല്ലാവർക്കും തന്നെ സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോഴത്തേനും നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ശാന്തമായ ഉറക്കം സംഭവിക്കും. നല്ല ഫ്രഷായിട്ടിരിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടുകുത്തി കണ്ണൊക്കെ എഴുതുമ്പോൾ തന്നെ അവർ നല്ലൊരു പോസിറ്റീവ് എനർജി അവരിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പം ഞാൻ നിങ്ങളുടെയൊക്കെ ഇത് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ വേണ്ടി പറയുന്നതാട്ടോ. ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊക്കെ ഉൾക്കൊള്ളുക, അതാണ് വേണ്ടത്. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യണമെന്നല്ല പറയണേ. ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലും മതി, അത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണെങ്കിലും. അപ്പം ഇതൊക്കെ ചെയ്യുക. സന്തോഷം എപ്പോഴും ജീവിതത്തിൽ വേണം കേട്ടോ. അല്ലാണ്ട് നമുക്കാരെ സന്തോഷം കൊണ്ടുതരുന്നത് അതേപോലെ നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കണം. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവുകളെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമുക്കത് സാധിക്കും, നമുക്ക് പറ്റും എന്നൊക്കെ ചിന്തിക്കുക. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി, പിന്നെ നമ്മുടെ മുഖത്ത് സ്വാഭാവികമായിട്ട് ചിരി ഉണ്ടാകും. അതായത് പുഞ്ചിരിയോടുകൂടി, ആരുടെ മുഖത്തോട് ദേഷ്യത്തോടെ നോക്കേണ്ട ഇടപാടില്ലെന്നേ. എല്ലാവരോടും ഒരു ചിരിച്ച മുഖത്തോടുകൂടി നോക്കി പഠിച്ചു നോക്കി. ആരെ കണ്ണുമ്പോഴൊന്ന് ചിരിച്ചു നോക്കിയേ. നമ്മുടെ പേരൊക്കെ ചിരിച്ചില്ല, അവരും നമ്മളത് മൈൻഡ് ചെയ്യണില്ല, നമ്മളൊരു പുഞ്ചിരിയോടെ ചിരിച്ചുകൊണ്ടങ്ങ് പോയേക്കുക. നമുക്കെന്താ ചെയ്തിരിക്കുന്നത്, നമുക്കൊന്ന് പുഞ്ചിരിക്കുന്നതിന് വല്ല പാടുമുണ്ടോ ഇല്ലേ. അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒരു മെഡിറ്റേഷനാണ്. നമ്മൾ മൊബൈലും ഇതുമൊക്കെ ആയിട്ട് പോയിരുന്ന് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ഭക്ഷണത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതും മെഡിറ്റേഷനാട്ടോ. അതും കൂടെ ഞാൻ പറയാം, അതും ഒരു മെഡിറ്റേഷനാണ്. അതിൽ ശ്രദ്ധ മാത്രം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ അടുക്കളയിലൊക്കെ പണിയുമ്പോൾ നമുക്ക് ശ്രദ്ധയില്ലാണ്ടാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയില്ലേ. അതും ഒരു ഇതോടെ കൂടി ചെയ്യുന്നതാണ്. പല ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളെ ഇങ്ങനെ മനസ്സിനുള്ളിൽ ഇടാണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലത്. നല്ല ചിന്തകൾ, നല്ല ശുഭചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും ഉറക്കത്തിനും ഒക്കെ കാരണം. അപ്പം പറ്റുന്നവരൊക്കെ നല്ല ഫുഡ് കഴിക്കുക. അതായത് ഈ ജങ്ക് ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കക്കുറവുണ്ടാകും. അതായത് പുറത്തുനിന്ന് കടയിലൊക്കെ ഉള്ള ഫുഡുകളൊക്കെ കഴിക്കുക ഒക്കെ. പിന്നെ എണ്ണ അധികമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൊള്ളില്ല, അത് നമ്മുടെ ഉറക്കത്തെയൊക്കെ കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ എണ്ണ പലഹാരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. ആവശ്യത്തിനൊക്കെ കഴിച്ച് ഇഷ്ടമുള്ളവരൊക്കെ കഴിക്കുക. അല്ലാണ്ടിപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എന്നാലും അതൊക്കെ ഉറക്കത്തിനെ ബാധിക്കും, നമ്മുടെ സ്കിന്നിനെ ശരീരത്തിനെയൊക്കെ ബാധിക്കും എന്ന് പറയണത്. പക്ഷേ നല്ല ഭക്ഷണങ്ങൾ, നല്ല വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ കഴിക്കുക, തൈരൊക്കെ കുടിക്കുക. തൈരൊക്കെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഭയങ്കര സന്തോഷമുള്ളതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും